പ്രിയമുള്ള സുഹൃത്തുക്കളെ, പുണ്യത്തിന്റെ പൂക്കാലമായ റമളാൻ ആഗതമായി. ഈ പുണ്യത്തിന്റെ പൂക്കാലമായ റമളാൻ ഒരു പ്രത്യേകതയുണ്ട്. 11 മാസം കുപ്പിയുമായി നടക്കുന്നവൻ 1 മാസം തൊപ്പിയുമായി നടന്നാൽ നമ്മുടെ മതത്തിന്റെ ശ്രേഷ്ഠത ഒരുപാട് വർദ്ധിക്കും. അവന്റെ സ്വഭാവ സവിശേഷതയാണെങ്കിൽ പിന്നെ പറയാനുമില്ല. അതുവരെ അവൻ ചെയ്ത എല്ലാ പാപങ്ങളും മായ്ച്ചു കളയാൻ അത് മതിയാകും. RGF. അപ്പൊ ഞാൻ എത്ര വേദനിക്കുന്നുണ്ടാകും. നോമ്പ് ഒരുപാട് ഓർമ്മകളാണ്, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒക്കെ സന്തോഷിപ്പിക്കുന്നതല്ല, എല്ലാം വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് വിഷയം തന്നെ സംസാരിക്കാം. സാരമില്ല. ഒരു ടെൻഷന്, ഒരു വേദന ആലോചിച്ച് നമ്മൾ എത്ര കരയും. അതേപോലും ഒരു കോമഡി പിന്നീട് നമ്മളെ പിന്നെയും ചിരിപ്പിക്കാറില്ലല്ലോ. ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ നമുക്കതിനെ വേദനയ്ക്കൊക്കെ നമുക്കിന്ന് വിട കൊടുത്തേക്കാം, അല്ലേ? അതാണ് നല്ലത്. വീണ്ടും മനസ്സ് എവിടെയൊക്കെയോ പോയി. നോമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പട്ടിണിയുടെ മാസമാണ്, ശരിയാണ്. പക്ഷേ നോമ്പ് പിടിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു എന്താണ് ഖുർആനിൽ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമേ പെട്ടിട്ടുള്ളൂ കേട്ടോ. മുസ്ലിങ്ങള്, കാഫിറുകളൊക്കെ നോമ്പ് പിടിച്ചിട്ട് പറയാറില്ലേ, യോ ഞങ്ങൾ നോമ്പ് പിടിച്ചു, മുസ്ലിങ്ങൾ വരെ നോമ്പ് പിടിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതെ, പിഴച്ചോൻ പൊറുക്കണം നമ്മുടെ പാപങ്ങളെല്ലാം, ശരിയാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടെന്നല്ല. തന്നെയുമല്ല, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അതിന്റെ ഒരു നന്ദി പ്രകടിപ്പിക്കുക എന്ന രൂപത്തിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള സന്മാർഗമാണിത്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗവും സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥവും ഖുർആനാണ്. ഇതൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നോമ്പ് പിടിച്ചാൽ സ്വർഗം കിട്ടുന്നതിന് വേണ്ടി അല്ല നോമ്പ് പിടിക്കുന്നത്. നോമ്പിനെ സംബന്ധിച്ച് ഇനിയിപ്പോ ഒരുപാട് പ്രഭാഷകന്മാര്, ഉസ്താദുമാര് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരും. നമുക്കതൊക്കെ ഇനിയിപ്പോ ഉടനെ തന്നെ കാണാം. അവരുടെ രീതികൾ അത് തന്നെയാണ്. അപ്പോ ഈ 30 ദിവസം നോമ്പ് പിടിക്കാൻ ഖുർആൻ പറഞ്ഞോ? ഇല്ല. അയ്യാമൻ മഅദൂദാത്ത് എന്ന പദമാണ് ഖുർആൻ പ്രയോഗിച്ചത്. എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 30 ദിവസം എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാൻ പറ്റുമോ? അതെങ്ങനെയാണ് എണ്ണപ്പെട്ട എന്ന് പറയാൻ പറ്റുക? അപ്പോ അയ്യാമൻ മഅദൂദാത്ത് എന്ന പദം 3 തവണയാണെന്ന് തോന്നുന്നു ഖുർആൻ പ്രയോഗിച്ചത്. എന്റെ ഓർമ്മ എങ്ങനെയാണ്? ഈ 3 തവണയും വിരലിൽ എണ്ണാവുന്ന 1, 2, 3, 4, 5 എന്നീ ദിവസങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ 3 ദിവസമാണ് നോമ്പ് പിടിക്കാൻ
അള്ളാഹു കൽപ്പിച്ചത് എന്ന രൂപത്തിൽ ഖുർആൻ മാത്രം പ്രമാണമാക്കുന്ന ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. മോനെ, ഇതിന്റെ ചാർജ് തീർന്നല്ലോ, ഒന്ന് അതൊന്ന് സ്വിച്ച് ഇടുവോ? ഇങ്ങനെ എത്ര ദിവസമാണ്? 30 ദിവസം, ഒരു മാസം മുഴുവനും നോമ്പ് പിടിക്കാൻ പറഞ്ഞു. ഫൽ യസുംഹു എന്ന് പറഞ്ഞു. അതിനകത്ത് നിങ്ങൾ നോമ്പ് പിടിക്കണം. എപ്പോൾ? ഫമൻ ഷഹിദ മിൻഹുമുശ് ശഹ്റ, ആ മാസത്തിൽ സന്നിഹിതരായിരിക്കുന്ന ആളുകൾ, സന്നിഹിതരായിരിക്കുന്ന ആളുകൾ നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞു. ഇല്ല, മോന്റെ കാര്യം ചെയ്യും. ഇതിൽ കുത്ത. ഇല്ല 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 ഇല്ല, അത് അപ്പോ മോനെ മറ്റത് വെക്ക്. അത് വെച്ചിട്ട് ഇതിനകത്ത് കുത്തിയാൽ, അയ്യോ ഇനി അത് പോകുമല്ലേ, ഇതിങ്ങ് എടുത്തിട്ട് ഇതിൽ കുത്തിക്കോ. നോമ്പ് പിടിക്കാൻ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ് എന്ന് പല സന്ദർഭത്തിലും പല ആളുകളും ചോദിക്കാറുണ്ട്. എന്താണ് ഇപ്പോ പട്ടിണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭക്ഷണം കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഒരു, പ്രതീക്ഷയില്ലാത്ത ഒരു ഇരിപ്പുണ്ട്. അത് എന്തായിരുന്നാലും ത്യാഗമാണ് എന്നൊക്കെ പറയാം. സ്വയം പീഡനമാണത് വേറെ. സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നതിന് ത്യാഗം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാരമില്ല, നമ്മുടെ മതം അങ്ങനെ തന്നെയാണ്. സ്വന്തം മകന്റെ കഴുത്തെടുത്തിട്ട് സ്വന്തം സ്വർഗം ഉറപ്പിച്ച പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നത് ത്യാഗി എന്നാണ്. ആ ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്ജലമായിട്ടുള്ള സ്മരണ പുതുക്കുന്നതിനു വേണ്ടി ലോകത്തുള്ള സകലമാന മനുഷ്യരും ആടുകളെയൊക്കെ, അവരുടെയൊക്കെ ജീവൻ എടുത്തിട്ട് സ്വർഗത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയൊക്കെ നമുക്കറിയാമല്ലോ. ശരി, ഇനി നമുക്ക് ചില വിശിഷ്ടപ്പെട്ട സംഭവങ്ങൾ കാണാൻ പറ്റും. ക്രിസ്ത്യൻ പള്ളിയിൽ നോമ്പുതുറ, അമ്പലത്തിൽ സമൂഹ നോമ്പുതുറ, അതും ഹൈന്ദവ യുവാക്കളുടെ ചിലവിൽ. ഹിന്ദു സഹോദരൻ വളരെ ഗാനാലാപന മികവോടുകൂടി ബാങ്കു വിളിക്കുന്നു. ഓ, എന്താ, ഒരു മുസ്ലിം പോലും ഈ രൂപത്തിൽ ബാങ്കു വിളിക്കില്ല. അത്രയ്ക്കും മധുരമായ സംഗീതാത്മകമായ രൂപത്തിൽ ഒരു ബാങ്കുവിളി. കൊല്ലത്ത് അമ്പലത്തിനകത്ത് ഭയങ്കരമായിട്ടുള്ള നോമ്പുതുറയ്ക്കുള്ള ഹലാൽ വിഭവങ്ങൾ ഒരുങ്ങുന്നു. ഹിന്ദു കുടുംബവും ക്രിസ്ത്യൻ കുടുംബവും, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ, വൃദ്ധരുൾപ്പെടെ നോമ്പ് പിടിക്കുന്നു. കേരള സ്റ്റോറി, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കേരളത്തിന്റെ മതേതരത്വം സമ്മതിച്ചേ പറ്റൂ. നമ്മൾ വിചാരിക്കുന്നത് ഒരു വിശേഷ ദിവസം വരുമ്പോൾ, വിഷുവോ ഈസ്റ്ററോ പെരുന്നാളോ ദീപാവലിയോ ഓണമോ ക്രിസ്തുമസോ ഒക്കെ വരുമ്പോൾ 3 മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും 3 വേഷത്തിൽ നിന്നിട്ട് ഒരു സെൽഫി എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറയും. അത് പുറമേക്കേ ഉള്ളു കേട്ടോ. ശരിക്ക് മതേതരത്വം വേണ്ടത് എവിടെയാ? ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങളിലാണ്. പരസ്പരം ഇതെന്റെ സഹോദരനാണ് എന്ന് അംഗീകരിക്കാൻ, അവനെ പിന്തുണയ്ക്കാൻ, അവനെ സ്നേഹിക്കാൻ, അവന്റെ തുണി പൊക്കി നോക്കി അറ്റമുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കരുത് അവനെ സഹോദരനായി കാണേണ്ടത്, അവനെ സുഹൃത്തായി കാണേണ്ടത്, അവനെ അയൽക്കാരനായി കാണേണ്ടത്,
അവനെ ഉറ്റമിത്രമായോ അതല്ലെങ്കിൽ രക്ഷകർത്താവായോ കാണേണ്ടത് ആ രൂപത്തിലായിരിക്കരുത്. അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. തുണി പൊക്കി നോക്കുന്ന ഒരു മതമുണ്ടല്ലോ, അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. വിഷുവിനൊന്ന് പള്ളിയിൽ പോയിട്ട് പടക്കം പൊട്ടിച്ച് നോക്ക്, അപ്പൊ അറിയാലോ നമുക്ക്.